ശ്രീ സേനാപതി വേണു, നോക്കൂ, ഒരു ഇടത് സഹയാത്രികനാണ് അദ്ദേഹം ഒരു തരത്തിലും ഉണ്ടായിട്ടുള്ള പിഴവുകളെ ന്യായീകരിക്കുന്നില്ല. അതേസമയം മുഖ്യമന്ത്രി ഇത് അന്നേ ദിവസം തന്നെ ഫോർവേഡ് ചെയ്യുന്നു. പക്ഷേ പോലീസ് സംവിധാനത്തിലുള്ള വീഴ്ച മൂലമാണ് ഇത് സംഭവിച്ചത്, വൈകിയത് എന്നതാണ് അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ പറയുന്നത്. താങ്കൾക്ക് ബോധ്യമാകുന്നുണ്ടോ ആ വിശദീകരണങ്ങൾ? രേണുക, ഇന്ന് ഫെബ്രുവരി മാസം 14-ാം തീയതിയാണ്. നമ്മൾ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ 2017 ഫെബ്രുവരി 17-ാം തീയതിയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3 ദിവസത്തിന് ശേഷം, ഇന്ന് 17-ാം തീയതിയാണ് ഒരു സിനിമാ താരം ഒരുപക്ഷെ ലോകത്തിന്റെ ചരിത്രത്തിൽ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കത്ത രീതിയിൽ ക്രൂരമായി വേട്ടയാടപ്പെട്ടത്. പിന്നീട് അങ്ങോട്ടുള്ള 6-7 വർഷക്കാലം ഇതിന്റെ പോരാട്ടങ്ങളാണ്. ഞാനതിന്റെ നാൾ വഴി പറയുന്നതല്ല. ഇതുപോലൊരു ഫെബ്രുവരി മാസത്തിലാണ് നമ്മൾ ഈ വിഷയം വീണ്ടും ചർച്ചയ്ക്ക് വരികയാണ്. ഇവിടെ ബൽദേവ് പറഞ്ഞതിൽ ഞാൻ 2 കാര്യങ്ങളോടുള്ള ഒരു വിയോജിപ്പ്. ഒന്ന്, അദ്ദേഹം സംവിധായകനാണ്, നമുക്ക് ആ കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹം നിർമ്മാതാവാണ്, ആ കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ മൂന്നാമത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം എന്താ, ഇടതുപക്ഷ സഹയാത്രികനല്ല, ഇടതുപക്ഷത്തിന്റെ MLA ആയിരുന്നു. ആ MLA ആയിരുന്നു എന്ന ഒറ്റ കാരണം, അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ പിന്തുണയോടുകൂടി MLA ആയിരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹത്തിനെതിരെയുള്ള കേസ് രജിസ്റ്റർ ചെയ്യാൻ 14 ദിവസം താമസിച്ചത് എന്നുള്ളതാണ്. മുഖ്യമന്ത്രി എന്നും പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. ഞാൻ മറ്റൊരാളുടെ കാര്യത്തിൽ ഇതുപോലൊരു ഇമെയിൽ സന്ദേശം മുഖ്യമന്ത്രിക്ക് കിട്ടിയപ്പോൾ DIG പൂങ്കുഴലി പുലർച്ചെ 2 മണിക്ക് ഒരാളെ, ഈ ഭീകരന്മാരെയൊക്കെ, അതായത് എന്താ പറഞ്ഞ, നമ്മൾ കശ്മീരിലൊക്കെ ഭീകരന്മാരെയും ഇല്ലെങ്കിൽ കൊടും കുറ്റവാളികളെയും അറസ്റ്റ് ചെയ്യുന്നത് പോലെ പുലർച്ചെ 2 മണിക്ക് ഒരാളെ അദ്ദേഹത്തിന്റെ താമസിക്കുന്ന സ്ഥലം, വാസസ്ഥലമല്ല, എവിടെയാണോ അന്തി ഉറങ്ങുന്ന സ്ഥലത്ത്, മൂന്നാമത്തെ പരാതിയിലാണേ. അല്ല, ഞാൻ പരാതി 3ഓ 4ഓ ആകട്ടെ, ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, മുഖ്യമന്ത്രിക്ക് കിട്ടിയ ഒരു പരാതി ശരവേഗത്തിൽ നടപടിയെടുക്കുന്ന ഒരു നാട്ടിൽ ആ മുഖ്യമന്ത്രിക്കൊപ്പം 5 വർഷക്കാലം MLA ആയിരുന്ന ഒരാൾക്കെതിരെ ഒരു പരാതി വരുമ്പോൾ ആ പരാതി വേണു, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ എല്ലാ അതിജീവിതമാർക്കും, ഇപ്പോൾ ആശ തന്നെ ഈ ലേഖനത്തിൽ പറയുന്നത്, താൻ ഈ തുറന്നു പറയുന്നത് ഇനി ഒരാൾക്ക് കൂടി തുറന്നു പറയാനുള്ള ധൈര്യമാണ്. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കണം എന്ന് കരുതിയാണ് അവർ ഈ പോരാട്ടം തുടങ്ങിയിരിക്കുന്നത്. നമ്മളുടെ ഈ ചർച്ചയുടെ ലക്ഷ്യവും അത് തന്നെയാണ്. ഏതെങ്കിലും ലൈംഗിക ആരോപണ പ്രതികളെ വെളുപ്പിക്കലല്ല നമ്മളുടെ ഈ ചർച്ചയുടെ ലക്ഷ്യം. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. താങ്കൾ ഈ സൂചിപ്പിച്ച വ്യക്തിയുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ കേസിൽ ഇവിടെ പാലക്കാട് ഓഫീസ് പൂട്ടി പലയിടങ്ങളിൽ ഒളിവിൽ കഴിയാനുള്ള അവസരം ഒരുക്കി എന്നുള്ള പരാതി ആ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടും എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 3ാമത്തെ പരാതി എന്ന് ആവർത്തിച്ച് പറഞ്ഞത്. ഇനി താങ്കൾ പറഞ്ഞോളൂ. അല്ല, ഞാൻ പറഞ്ഞത് ഒരു പരാതി കിട്ടിയിട്ട്, ഞാൻ പറഞ്ഞതിൻ്റെ അകത്തെ കണ്ടന്റ് ഒന്ന് മാത്രമേ ഉള്ളൂ. ഒരു പരാതി മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടുമ്പോൾ ആ പരാതിയെക്കുറിച്ച് 14 ദിവസം ഒരു നടപടിയും ഉണ്ടാകാതെ വരുമ്പോൾ മറ്റൊരു പരാതിയുടെ കാര്യത്തിൽ എല്ലാ പരാതിയെ ഒരേ രീതിയിൽ കാണണമെന്നുള്ള അർത്ഥത്തിൽ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇത് ഒരു നിയമസഭാ സാമാജികൻ MLA ആയി അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരാൾക്കെതിരെ ഇത്രയും ഗുരുതരമായ ഒരു പരാതി കിട്ടിയിട്ട് 14 ദിവസം ഒരു FIR പോലും എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ഇരട്ട നീതി, ആ ഇരട്ട നീതിക്ക് കാരണം അദ്ദേഹം ഇടതുപക്ഷക്കാരനായിരുന്നു, അല്ലെങ്കിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അവർക്കൊപ്പം നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഭാഗത്താണ് എങ്കിൽ കേസും കാര്യങ്ങൾ വരുമ്പോൾ എത്രയോ ലിബറലായിട്ട് പോകുന്നു എന്നുള്ളതാണ്. ഞാൻ അതിനകത്തെ ഇരട്ടത്താപ്പ് മാത്രം, ഞാൻ ആരെയും ന്യായീകരിക്കാനോ ആരുടെയെങ്കിലും തെറ്റിനെ ശരി വെള്ളപൂശാനോ വേണ്ടിയല്ല. ഞാൻ പറഞ്ഞത് ചില കാര്യങ്ങൾ വരുമ്പോഴുള്ള വേഗതയും അല്ലെങ്കിൽ നടപടികളും എന്തുകൊണ്ട് മറ്റു കാര്യങ്ങളിൽ ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. അതാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. രേണുക, ആ വിഷയമാണ് ചർച്ച ചെയ്യുന്നത് എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഏറ്റവും വളരെ പ്രശസ്തയായ ഒരു സിനിമാ പ്രവർത്തകയാണല്ലോ ഡോക്ടർ ആശ ആജി ജോസഫ്. അവര് എത്ര ഹൃദയവേദനയോടുകൂടിയാണ് കേരളത്തിലെ ഒരു പ്രമുഖ പത്രത്തിൽ അവരുടെ ഒരു ലേഖനം, സാധാരണഗതിയിൽ അങ്ങനെയുള്ള ലേഖനങ്ങളൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം അതൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അവർ തുറന്നു പറയുന്നു. എന്തുകൊണ്ടാണ് അവർ ആ തുറന്നു പറച്ചിലിന് കാരണം? അവർ കൊടുത്ത ഒരു പരാതി, ആ പരാതി ആർക്കാണ് കൊടുത്തത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി മാത്രമല്ല, കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന ഒരാൾക്ക് കൊടുത്തൊരു പരാതി 14 ദിവസം കഴിയുമ്പോഴും ആ പരാതിയെക്കുറിച്ച് ഒരു നടപടിയും ഇല്ല എന്നുള്ളത് അത് അവരെ ഭയപ്പെടുത്തുന്നു. ആ നടപടി ഉണ്ടാകാതിരിക്കാനുള്ള കാരണം എന്താണ്? അത് മറ്റൊരു കാരണം, അത് നിർമ്മാതാവായതുകൊണ്ടല്ല, സിനിമാ പ്രവർത്തകനായതുകൊണ്ടല്ല,
അത് CPM സഹയാത്രികനായി, ഇടതുപക്ഷ സഹയാത്രികനായി എന്നുള്ള ആ ഒറ്റ പ്രിവിലേജിൽ ഈ കേസ് അട്ടിമറിക്കപ്പെടുന്നു, ഇല്ലെങ്കിൽ കേസ് ദുർബലപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് അവർ ധൈര്യപൂർവ്വം പുറത്തു വരികയും അവർക്ക് എതിരെ ഉണ്ടായ എന്താ പറഞ്ഞ അതിക്രമത്തെക്കുറിച്ച് അവർ പുറത്തു പറയാൻ തയ്യാറാവുകയും ചെയ്തിട്ടുള്ളൂ. ഞാനിവിടെ സൂചിപ്പിച്ച ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഈ കാര്യങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയമോ ഇല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമല്ലല്ലോ നോക്കേണ്ടത്. ഇരയ്ക്ക് നീതി കിട്ടുക, ഇര എന്നുള്ള പദം തന്നെ വിടുക, ഈ ഉപദ്രവമേറ്റയാൾക്ക് നീതി കിട്ടുക എന്നുള്ളതാണ് പരമപ്രധാനമായ ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ബൽദേവ് സാർ സൂചിപ്പിച്ചതുപോലെ IPC മാറി BNS വന്നതിന് ശേഷം ഇത് എന്താ പറഞ്ഞ നേരത്തെ 354 അനുബന്ധമായിട്ടുള്ള കേസുകൾ ചിലതിന് ജാമ്യമൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പൊ ഇത് പൂർണ്ണമായും ജാമ്യം കിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ നിന്ന് ഇതിന്റെ വിചാരണ സെഷൻസ് കോടതിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ള അത്ര ഗുരുതരമായ കുറ്റകൃത്യമായിട്ട് ഇതിനെ മാറ്റി എന്നുള്ളതാണ് പുതിയ നിയമത്തിൽ. അപ്പൊ നിയമം എത്ര വലിയ പരിരക്ഷ നൽകുമ്പോഴും ആ പരിരക്ഷ നൽകേണ്ട ആളുകൾ ഒരു പരാതി സാധാരണ നമ്മൾ ഒരു പോലീസ് സ്റ്റേഷനിൽ അതിർത്തി. ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.